എല്ലാവർക്കും VK ഡയറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഹേവിയർ എത്തിക്വറ്റ് എന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. എന്താണ് ബിഹേവിയർ എത്തിക്വറ്റ്? ബിഹേവിയർ എത്തിക്വറ്റ് എന്നാൽ വിവിധ സാഹചര്യങ്ങളിൽ മാന്യമായി നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ആളുകളോടുള്ള മാന്യമായ സംസാരം, മറ്റുള്ളവരോടുള്ള ബഹുമാനം, സോഷ്യൽ അവെയർനെസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഒരു ഫ്രഞ്ച് പദമാണ്. ഇതിൻ്റെ ഒറിജിനൽ ഫ്രഞ്ച് മീനിങ് ചെറിയ കുറിപ്പുകൾ അല്ലെങ്കിൽ ടാഗ് എന്നാണ്. കാലക്രമേണ ഇതിൻ്റെ മീനിങ് സമൂഹത്തിലെ മാന്യമായ പെരുമാറ്റത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നായി മാറി. നമുക്ക് ചില എത്തിക്കറ്റ് ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്ലീസ്, താങ്ക് യു, സോറി എന്നീ പദങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യുക. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർ സംസാരം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സംസാരിക്കുക. അതായത് ഡോണ്ട് ഇൻ്ററപ്റ്റ്. നിങ്ങളൊരു പൊതുസ്ഥലത്തോ ഒരു മീറ്റിങ്ങിലോ മറ്റോ ആണെങ്കിൽ ഫോൺ സൈലന്റ് മോഡിൽ വെക്കുക. പൊതുസ്ഥലങ്ങളിൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ, ബാങ്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യൂ പാലിക്കുക. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനെ മാനിക്കുക. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വളരെ അടുത്ത് നിന്ന് സംസാരിക്കാതിരിക്കുക, അവരെ സ്പർശിക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുക, മറ്റുള്ളവരെ ജോലികളിൽ സഹായിക്കുക, സ്കൂളിൽ സഹപ്രവർത്തകരോടും സഹപാഠികളോടും സ്നേഹത്തോടും വിനയത്തോടും കൂടി പെരുമാറുക, ഓഫീസുകളിൽ പങ്ക്ച്വലായിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക, പബ്ലിക് പ്ലേസിലാണെങ്കിൽ ശബ്ദം കുറച്ച് സംസാരിക്കുക, ചുറ്റുപാടുകൾ വൃത്തിഹീനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളും ബിഹേവിയർ എത്തിക്കറ്റിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം സെർവ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാൻ തുടങ്ങുക. വായിൽ ഭക്ഷണം ഇട്ടുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം വായിലിട്ട് വാ അടച്ചിട്ട് മാത്രം ശബ്ദമുണ്ടാക്കാതെ ചവയ്ക്കുക. നമ്മുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനുള്ള 4 ടിപ്സ് പറയാം. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. മറ്റുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കുക. ഏത് സിറ്റുവേഷനിലും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. സോഷ്യൽ നോംസ് ആൻഡ് റൂൾസ് ഫോളോ ചെയ്യുക. മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടും ക്ഷമയോടും കേൾക്കുക. നിങ്ങൾക്കത് ഭാവിയിൽ പ്രയോജനപ്പെട്ടേക്കാം. ബിഹേവിയർ എത്തിക്വറ്റ് ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും പേഴ്സണാലിറ്റിയിൽ വളരെ വലിയ ഡിഫറൻസ് കൊണ്ടുവന്നേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.